നമ്മൾ ഇത്രയും നാളും കാത്തിരുന്ന ബഹുമുഖ പ്രതിഭയും മൾട്ടി ടാലന്റഡ് പേഴ്സണുമായ കണ്ണനും രാധയും എന്ന 3 ലാംഗ്വേജിൽ കന്നഡ, തമിഴ്, മലയാളം 3 ലാംഗ്വേജിൽ സിനിമ പ്രൊഡ്യൂസ് ചെയ്യുകയും സംഗീതം ചെയ്യുകയും ലിറിക്സ് എഴുതുകയും അഭിനയിക്കുകയും സംവിധാനം ചെയ്യുകയും ചെയ്ത ഒരു മൾട്ടി ടാലന്റഡ് പേഴ്സണെയാണ് നമ്മൾക്ക് ഇന്ന് ഇന്റർവ്യൂ ചെയ്യാൻ കിട്ടിയിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ചില വാക്കുകളിലേക്കും തുടർന്ന് അദ്ദേഹത്തിന്റെ ചില വരികളിലേക്കും കടക്കാം. നമുക്ക് അദ്ദേഹത്തിനെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. സന്തോഷ് സാറേ, ഹലോ ഹലോ. ഞങ്ങൾ കുറച്ചു മുമ്പ് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ല, ബിജോയി എന്നാണ്, UK നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നില്ല സാർ. യാത്ര തിരക്ക് കഴിഞ്ഞോ സാറേ? തിരക്ക് കഴിഞ്ഞോ? എന്തായിരുന്നു, ഷൂട്ടിങ്ങിന്റെ വർക്കായിരുന്നോ? ഓക്കെ. ഇലക്ഷൻ ആയിട്ട് നിർത്തിയോ? അല്ല, ഇലക്ഷൻ അതുകൊണ്ട് വർക്ക് നിർത്തിയേക്കോ അല്ലേ? ഓ, സാർ വോട്ട് ചെയ്തോ? സാർ വോട്ട് ചെയ്തോ? സാറൊക്കെ വോട്ട് ചെയ്യും സാറേ, എന്നാലും കേരളത്തിലെ തീരുമാനമാവുള്ളൂ സാറേ. അന്ന് സാർ തിരക്കായിരുന്നു സാറാ. ഒരു 2 വരി സാറിന്റെ ഓപ്പറേഷനിലെ പാട്ട് പോകും. അയ്യോ, ഒന്ന് കട്ട് ചെയ്തിട്ട് സാറേ. അത് ആ ലൈനിൽ വിളിച്ചപ്പോ ഡിസ്റ്റർബ് ആയിരുന്നു, അതുകൊണ്ടായിരുന്നു. സാർ എന്നാ റിലീസ് എന്നാ സാറേ? പടത്തിന്റെ റിലീസ് എന്നാ? മെയ് 20 ഉറുമി നമുക്കൊരു ഭീഷണിയാവോ? ഓൾറെഡി റിലീസ് ആയല്ലോ സിനിമ. അതല്ല, അതിന്റെ കളക്ഷൻ ഇല്ല, അങ്ങനെ ഇതുണ്ടോ? അങ്ങനെയൊന്നുമില്ല, അത് അത്ര ദിവസം നിൽക്കൊന്നുമില്ല അല്ലേ? അറിയപ്പെടും ഇല്ലല്ലേ, ഉറുമിയൊന്നും വലിയൊരു അഭിപ്രായമില്ല. ഇപ്പൊ ക്രിസ്ത്യൻ ബ്രദേഴ്സ് പോകുന്നുണ്ട് പോലെ. ഇനിയിപ്പോ മോഹൻലാലിന്റെ ചൈന ടൗൺ നാളെ ഇറങ്ങുന്നു. അപ്പൊ ഈ ഒരു തരംഗത്തിന് ശേഷം നമ്മളതൊക്കെ ഇറക്കിയിട്ട് കാര്യമുള്ളൂ. അത് ശരി. അല്ല, അതൊന്നും സാറിപ്പോ നമ്മള് ടാലന്റ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഇവരൊക്കെ ഇതിലെ ഇൻഡസ്ട്രിയിൽ ഇത്രയും പീക്ക് ലെവലിൽ നിൽക്കുന്ന ആൾക്കാരല്ലേ. അപ്പൊ ഇതിന്റെ ഇടയിലൂടെ നമ്മൾ ശ്രദ്ധിക്കപ്പെടണമെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു വെറൈറ്റി കാണിക്കും. പിന്നെ ഇത് ഇപ്പൊ എന്തായാലും ശ്രദ്ധിക്കപ്പെട്ടല്ലോ. അത് ഇങ്ങനെയുള്ള സാറേ എന്തെങ്കിലും ഒരു ആളുകൾക്ക് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിരിക്കട്ടെ. അല്ല, ഇത്രയും ഹിറ്റ് 2 ലൈനിൽ പാടാൻ പറഞ്ഞിരുന്നു സാറേ. ആ ഓപ്പറി ഒന്ന് പാടാമോ? ഓക്കെ. രാത്രി ശുഭരാത്രി, ഇനിയെന്നും ശിവരാത്രി, ജന്മ പുനർജന്മം നീ എന്നും കാമാക്ഷി, പ്രേമം പുതുപ്രേമം നീ എന്നും മണവാട്ടി, രാഗമനുരാഗം നീ എന്നും അനുരാഗി, ഓ പ്രിയേ ഓ പ്രിയേ ഓ പ്രിയേ. നന്നായിട്ടുണ്ട് സാറേ. അത് സാറിന്റെ ഒരു വലിയ മനസ്സിലാണ്. അങ്ങനെ ഇത്രയൊക്കെ ആളെ സാധാരണ ഒരാളോട് വിളിച്ചിട്ട് ഇപ്പൊ അത്യാവശ്യം പാട്ട് പാടുന്ന ആളോടോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കഴിവുള്ള ആളോടൊക്കെ വിളിച്ചിട്ട് നമ്മളിപ്പോ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ആരും ചെയ്യില്ല. അതൊരു നെഗ്ലക്ട് ചെയ്യുള്ളൂ. നമ്മളാരും കണക്ട് എടുക്കില്ല. സാറത് വിളിച്ചു കഴിഞ്ഞപ്പോ തന്നെ സംസാരിക്കാൻ തയ്യാറാവുന്നുണ്ട്. ഇത്രയും സാറിന് ഇത്രയും പോപ്പുലർ അല്ല, അത് തന്നെ സാറിന്റെ ഒരു വലിയ മനസ്സ് തന്നെ. സാറിന് എന്തായാലും അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഞാന് വിദ്യാഭ്യാസത്തിന്റെ ഇതിൽ ഞാന് ചെറുപ്പത്തിൽ ജോലി കിട്ടിയെങ്കിൽ കൂടി പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അധികം. ഞാൻ LLB കഴിഞ്ഞു, MSc ഇപ്പൊ ചെയ്യുന്നുണ്ട്. മറ്റേ MA ഡോക്ടറേറ്റ് ഹിന്ദിയില്. അങ്ങനെ അപ്പൊ ഞാൻ വിചാരിക്കും നമ്മള് വിദ്യാഭ്യാസം അത്രയും നമുക്ക് എളിമ വേണമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ലോ കഴിഞ്ഞാണോ സാറ്? ലോ എങ്ങനെയാണ് ലോ കഴിഞ്ഞാണ്? പിന്നെ സ്റ്റെനോഗ്രാഫി, ടൈപ്പ് റൈറ്റിംഗ്, ഒരുവിധ ഇന്ത്യൻ ഭാഷകളൊക്കെ അറിയാം. അത്യാവശ്യം മീൻസ് എഴുതാൻ വായിക്കാനൊക്കെ അറിയാം. അതൊക്കെ അറിയാമോ? മുഴുവൻ പോയിട്ടുണ്ട്. കന്നഡ വായിക്കാൻ എനിക്ക് അത്യാവശ്യം ഇപ്പൊ നിന്നേതുകളെത്താൻ മടുത്തി ഞാൻ ബാംഗ്ലൂർ അങ്ങനെ ഒരു അത്യാവശ്യം ഒരു കർണാടക പോയാൽ പിടിച്ചു നിൽക്കാവുന്ന രീതിയിലുള്ള. പിന്നെ വീട്ടിൽ കുറച്ചൊക്കെ ഇംഗ്ലീഷ് ഹിന്ദി ഒക്കെ ഉള്ളതുകൊണ്ട് അതൊക്കെ ഞാൻ ഇന്ത്യ മുഴുവൻ കവർ ചെയ്തിട്ടുണ്ട്. ഒരു എല്ലാ മാസം ഞാൻ ടൂറിന് പോകും. ഞാൻ ഒറ്റയ്ക്ക് പോകും. നമ്മുടെ ടൂറിന് നാട്ടിൽ നിന്ന് മാറിക്കണേ. അത് ഇങ്ങനെ യാത്രക്ക് പോണല്ലേ? നാട്ടിൽ നിന്ന് യാത്ര ഞാൻ കൽക്കട്ടയ്ക്ക് തന്നെ 4 തവണ പോയിട്ടുണ്ട്. ഓ, അപ്പൊ അവിടെയൊക്കെ പോകുമ്പോ ഞാൻ അവിടുത്തെ ലാംഗ്വേജിലാണ് വായിക്കാം. ബോർഡ് ഞാൻ ഒരു ഒറീസയിൽ പോയി കഴിഞ്ഞാൽ ഞാൻ ഭുവനേശ്വരത്ത് വായിക്കുന്നത് ഒറിയയിലാണ് വായിച്ചത്. ഞാൻ ഇന്നലെ ചരിത്രത്തിൽ ഒരാൾ ഈ ബസ് ഒറിയയിൽ പോകാൻ ഭുവനേശ്വരിൽ പോകും ഞാനായിട്ട് ചോദിക്കില്ല.
കാരണം വെച്ചാൽ അതാതിന്റെ ബുക്സും അതെടുത്തിട്ട് അപ്പൊ ഒരുവിധം ഏതായാലും ഞാൻ അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ചെറുത് പഠിക്കാറുണ്ട്. നോളജ് ഈസ് പവർ എന്നുള്ളതിന് നോളജ് നല്ലതാണെന്നുള്ളത്. ഞാൻ ഇതിലേക്ക് വന്നതുകൊണ്ട് കാരണം അതുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും എനിക്ക് അത്യാവശ്യം അറിയാം. ഇപ്പൊ എന്നോട് സംസാരിക്കുമ്പോൾ ഞാൻ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം അപ്പൊ അങ്ങനെ അത്രയും അപ്ഡേറ്റ് ആയിട്ട് ചെയ്യുമ്പോൾ അതുകൊണ്ടാണ് ഇപ്പൊ ശരിക്കും പറഞ്ഞാല് രാവിലെ മുതൽ വൈകുന്നേരം വരെ എന്റെ കൂടെ ഡാൻസ് ചെയ്യുന്ന ഒരു കുട്ടി ആ വീട്ടിലെത്തിയിട്ട് തന്നെ ഞാൻ പറഞ്ഞു വീട്ടിലെത്തുമ്പോൾ ഒന്ന് ഫോൺ ചെയ്യണം കേട്ടോ. ഫോൺ ചെയ്ത് പറയാം സന്തോഷമായിട്ട് ഞാൻ വീട്ടിലെത്തി. അപ്പൊ ഞാൻ പറയാം നീ ഇന്ന് അഭിനയിച്ചത് സാധനം നാളെ മുതൽ കോഴിക്കോട് പുതുച്ചാണ്ടിലൊക്കെ നിനക്ക് കാണാട്ടോന്ന്. അത്രയും ഫാസ്റ്റാണ് ഔട്ട്പുട്ട്. ഏറ്റവും വലിയ ചാർജിനെ പോലെ അങ്ങനെ നമ്മളിപ്പോ ഞാൻ ഭാവന മേഡത്തിന്റെ നേരെ കണ്ടിരുന്നു. നമ്മുടെ നടി ഭാവനേന്റെ ഈ വർക്കിന് വേണ്ടിയിട്ട് ഞാൻ ചോദിച്ചിരുന്നു നായികയാകാൻ പറ്റും. അപ്പൊ അവർക്ക് അന്ന് കുറച്ച് തിരക്കായിരുന്നു. അപ്പൊ എന്നോട് കുറച്ച് നേരം സംസാരിച്ചുള്ള മാറി പറയാം ഞങ്ങൾക്കൊന്നും സ്വപ്നത്തിൽ കാണാൻ പറ്റുന്ന കാര്യം ഇങ്ങനെ പറയുന്നത്. ഒരു മനസ്സിൽ നമ്മളൊരു സിനിമയിലൊക്കെ അഭിനയിച്ച് ഇങ്ങനെ 6 മാസത്തിന് ശേഷം അതിന്റെ എന്തെങ്കിലും ഔട്ട്പുട്ട് കിട്ടുന്നവർ പറയുന്നത് ഒരു ടിപ്സ് പോലും ഞങ്ങൾ മര്യാദ കാണിക്കേണ്ട അത് നോക്കേണ്ടി അറിയുന്നു. അതേസമയം നമ്മളെ വർക്ക് അത്രയും അല്ല അത് ചിന്തല മേടിച്ച് ഞാൻ ചെയ്യുന്നോണ്ടാണ് വരുന്നത്. അങ്ങനെ എന്റെ ആ ഒരു ഓവർ കോൺഫിഡൻസ് കൊണ്ടാണ് ഇത് പെട്ടെന്ന് യൂട്യൂബിൽ എത്താൻ ഇങ്ങനെ എത്തിപ്പോയത്. ആദ്യം പറഞ്ഞല്ലേ ഫുൾ വേർഷൻ ആയിരുന്നില്ല. ഇല്ല സാർ എന്തായാലും ഇനി അതില് എന്റെ ഞങ്ങളുടെ ഒരു അഭിപ്രായം സാർ ഇപ്പൊ ഞങ്ങളത് കാണുന്ന ആളുകള് അതിനോടുള്ള ഒരു ആരാധനയുള്ള ആൾക്കാര് എന്ന രീതിയിൽ ഞങ്ങൾ പറയാണ്. ഞങ്ങള് ഇപ്പൊ സാർ ഇനി അതില് അത് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി ആളുകൾ ക്രിട്ടിസൈസ് ചെയ്യാന്ന് വിചാരിച്ച് സാർ ഇനി അത് റീഷൂട്ട് ചെയ്യാനോ ഇനി അതൊന്നും നിൽക്കണ്ട. അതില് സാറിന് വേണ്ടി എഡിറ്റ് ഒക്കെ ചെയ്ത് ഒരു കുറച്ചുകൂടി ഇതായിട്ട് ഒരു അതായത് തിയേറ്റർ വേഷം വന്നു കഴിയുമ്പോൾ കുറച്ചുകൂടി നന്നായിട്ട് എഡിറ്റ് ചെയ്ത് തന്നോളൂ. ഇനി സാർ അതിന്റെ വലിയ ആളുകൾ അത് പറഞ്ഞതുകൊണ്ട് സാറിനെയും അതിന്റെ നായക സ്ഥാനത്ത് മാറും ഒന്നും മാറേണ്ട ആവശ്യമില്ല. പിന്നെ അംഗൻവാടിയിലെ ടീച്ചർ എന്നുള്ളതിൽ ഒരു ഗ്രാഫിക്സ് ചേർക്കണം നേരത്തെ. പക്ഷെ ഗ്രാഫിക്സ് ടൈം എടുക്കും. ഗ്രാഫിക്സ് ഒക്കെ ചെയ്യാൻ ഒരുപാട് ടൈം എടുക്കും. എനിക്കിവിടെ നിൽക്കാൻ സമയത്തിലാണ്. ഷൂട്ടിംഗ് തന്നെ രാത്രി 1 മണി വരെയൊക്കെ ഷൂട്ടിംഗ് പോകുന്നത്. പിന്നെ എന്ത് ഗ്രാഫിക്സ് അതേസമയം തിയേറ്ററിന്റെ മുന്നിലായിട്ട് ഞാൻ എന്ത് ഗ്രാഫിക്സും മറ്റൊക്കെ ചേർക്കും. അതായത് അംഗൻവാടിയിലെ ടീച്ചറെ ഗ്രാഫിക്സ് ചേർക്കാൻ ചെയ്തു. അതേസമയം OP ഞാനൊരു ഏറെക്കുറെ തിയേറ്റർ വേർഷൻ ആയിരുന്നു. പക്ഷെ അത് സ്പോക്ക് നമ്മൾ സോഫ്റ്റ്വെയറിൽ എഡിറ്റ് ചെയ്ത് ഒന്നുകൂടെ ക്ലാരിറ്റി കൂട്ടേണ്ടതുണ്ട്. സാറിന്റെ കോസ്റ്റ്യൂം ആര് സാറിന്റെ പാട്ടിലെ കോസ്റ്റ്യൂം സാറ് തന്നെയല്ലേ? എല്ലാം സാറ് തന്നെയല്ലേ? അങ്ങനെയൊക്കെ തന്നെ നമ്മൾ ചെയ്തല്ലോ. പിന്നെ അല്ല കോസ്റ്റ്യൂംസ് ആയാലും ഇതില് ഞാൻ പറഞ്ഞില്ല ഞങ്ങളിതൊക്കെ വളരെ കീനായിട്ട് ഇതൊക്കെ ഒബ്സർവ് ചെയ്യുന്ന ആൾക്കാർ. അതുകൊണ്ടാണ് ചോദിച്ചത്. അത് കോസ്റ്റ്യൂംസ് ഒന്നും ഉണ്ടായിരുന്നു. പിന്നെ ആളുകൾ എന്താണ് പറയാം ഇപ്പൊ ഇനിയിപ്പം ഹലോ ഈ ആളുകളെ ഇപ്പൊ ഇതിനെ ക്രിട്ടിസൈസ് ചെയ്യാനൊന്നും വലിയ കാര്യമായിട്ട് ഇതുണ്ട്. സാറിന്റെ ഇനി ബാക്കി 6 പാട്ട് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ടോ അതോ തിയേറ്ററിൽ വേർഷൻ ആയിട്ടാണ്? അതിന്റെ പണിയൊക്കെ ഞാൻ ഈ സമയത്ത് ചെയ്തോണ്ടിരിക്കുന്നത്. വിഷുവിന് ഞാനൊരു മിനിറ്റ് വേസ്റ്റ് ചെയ്യണമെന്നില്ല. അല്ല വിഷുവിന് മുമ്പ് രാവിലെ എഴുന്നേറ്റ് രാത്രി 12 മണി വരെ എന്തെങ്കിലും ഒരു ജോലി ചെയ്യാതൊരു സമയമില്ല. ബസ്സിൽ കയറി വിൽക്കുകയാണെങ്കിൽ ഞാനത് അരേരാമം തുടങ്ങിയിരിക്കും. ടൈം വെസ്റ്റ് ചെയ്ത് തോന്നിച്ചില്ല. അതുകൊണ്ടാണ് ഞാൻ ആ കുറെ കാര്യങ്ങൾ ഞാൻ മുമ്പ് വർക്കിലും സിവിൽ എഞ്ചിനീയറിംഗ് സൈഡിൽ പോയപ്പോഴും ഞാൻ ആ ഒരു ടാർ വർക്കാണെങ്കിലും കോൺക്രീറ്റ് ആണ് ഞാൻ ആ ടൈം വെസ്റ്റ് ചെയ്യണമെന്നില്ല. അതിന്റെ ഉള്ളിൽ കൂടെ എന്തെങ്കിലും കാര്യം അതില് ഇൻവോൾവ്മെന്റ് വെച്ചുകൊണ്ട് ചെയ്യാറുണ്ട്. സാറ് ഇവിടെ നാട്ടിൽ എവിടെയാണ് സാറിന്റെ സ്ഥലം എവിടെയാണ് സാറേ? ഞാൻ കോഴിക്കോട് എവിടെയാണ്? കോഴിക്കോട് നരിപ്പേ. ഓക്കെ. സാറ് എവിടെ നാട്ടിൽ തന്നെയായിരുന്നോ പഠിച്ചോളൂ അതോ പുറത്തായിരുന്നു? അല്ല കോഴിക്കോടല്ലേ. വീട്ടില് പിന്നെ ഹിന്ദി ഇംഗ്ലീഷ് ഒക്കെ പിന്നെ വീട്ടില് കുറച്ചുകൂടെ യൂസ് ചെയ്യുന്നതായതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടുണ്ടാവാറില്ല. കാവ്യമാധവന് ഹിന്ദിയെ കൂടുതൽ സാർ അതില് എന്തായാലും സാർ ഇത്രയും ഒരു ബിഗ് ബഡ്ജറ്റ് ആയിട്ടല്ലേ പഠിക്കുന്നത്. അപ്പൊ കാവ്യമാധവന് അവരുടെ ആ റോളിലേക്കൊന്നും കാവ്യ നോക്കിയിരുന്നില്ല. കാരണം ഞാൻ ശരിക്കും എന്റെ മൈൻഡിൽ ഭാമയായിരുന്നു ഉണ്ടായിരുന്നു. പക്ഷെ അവർക്കൊന്നും ഡേറ്റ് ഇല്ല. പ്രത്യേകിച്ച് നമ്മൾ പറയുന്ന സമയത്ത് ഡേറ്റ് കിട്ടുന്നില്ലേ നമ്മൾ പേടിപ്പോകും. അത് ശരിയാ. ഞാൻ പറഞ്ഞ 10 സിനിമാ സെറ്റപ്പിൽ നമുക്ക് പറ്റില്ലത്. അതാണ് പ്രശ്നം. ഭാവനയ്ക്ക് ഭയങ്കര ഇഷ്ടം. അവർ കരഞ്ഞു വെച്ചിട്ട് ഞാൻ സ്ക്രിപ്റ്റ് വായിച്ചിട്ട് കരയും സാറേ കരയും. ഞാൻ സ്ക്രിപ്റ്റ് വായിച്ചു. അവർക്ക് ഭയങ്കര താല്പര്യമില്ല. പക്ഷെ എന്നോട് പറഞ്ഞ എന്ത് ചെയ്യാൻ നമുക്ക് ഡേറ്റ് ഇല്ല. അല്ലെങ്കിൽ മെയ്യില് ജൂണിലൊക്കെ നോക്കാം. പക്ഷെ അപ്പോഴേക്കൊക്കെ മഴ പെയ്യും. പിന്നെ നമ്മൾ വിചാരിക്കുന്നത് എത്തൂല. അപ്പൊ പിന്നെ ഞാൻ നിലവിലുള്ളവരെയൊക്കെ വെച്ചിട്ട് അങ്ങനെ ചെയ്തു. അപ്പൊ എനിക്ക് എന്റെ സ്ക്രിപ്റ്റിൽ വളരെ വിശ്വാസം ഉണ്ടായിരുന്നു. എന്താ എന്റെ സ്ക്രിപ്റ്റ്? കാരണം വെച്ചാൽ ഇന്ത്യയിൽ ഇന്നവരെ ആരും പറയാത്ത ഓർമ്മയാണ്. കഥ പറയണ്ട. എന്നാലും ഒരു സസ്പെൻസ് എന്നുള്ളത് ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു ക്ലൂ പറഞ്ഞാൽ മതി. ഒന്ന് കഥയൊന്നും പറയണ്ട. അങ്ങനെ അത് എന്നാലും ഞങ്ങൾ കണ്ടാൽ ഞാൻ പറഞ്ഞല്ലോ. ഞാൻ ഈ സൈക്കോളജി എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഫീൽഡായിരുന്നു. ഞാൻ ചെറുപ്പത്തിലെ ഞാൻ ഈ MSc സൈക്കോളജി ഒക്കെ ചെയ്തതിന് മുമ്പായിരുന്നു എനിക്ക് സൈക്കോളജിന്റെ പുസ്തകങ്ങൾ ഒരുപാട് വായിക്കാറ്. സൈക്കോളജി ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടില്ല. അപ്പൊ അതിന് ഞാൻ പറഞ്ഞത് ഈ സോഷ്യൽ സൈക്കോളജി എന്ന വിഷയം. അതായത്
അത് ചെയ്തിരിക്കുന്ന അമിതാഭ് അല്ലെ മോഹൻലാലാണ് അല്ലെ മമ്മൂട്ടിയാണ്. അപ്പൊ അവരൊക്കെ അങ്ങനെയൊക്കെ ചെയ്യും. അതേസമയം അതിന്റെ ഒരു 10-1 നമ്മളൊക്കെ ചെയ്ത വലിയ പ്രശ്നം. അത് ഞാൻ പറഞ്ഞാൽ ഇപ്പോ ഇവിടെ എണ്ണ ഒപ്പിക്കാനായിട്ട് ഇപ്പൊ 2 കോൺഗ്രസ്സുകാരൊക്കെ 2 കമ്മ്യൂണിസ്റ്റുകാരൊക്കെ ഇങ്ങനെയൊക്കെ പറയുന്നത്. നിങ്ങൾ എപ്പോഴാണ് ന്യൂസ് വായിച്ചൊക്കെ അറിയാൻ പറ്റും. ഈ പാവപ്പെട്ടവരെ വീട്ടിലെ മക്കളെ ആളുകൾ ഇങ്ങനെ എണ്ണ ഒപ്പിക്കാനൊക്കെ കൊല്ലം. നിങ്ങൾ എപ്പോഴും കേട്ടില്ല ഒരു കോടീശ്വരന്റെ മോനെ ആരെങ്കിലും എണ്ണ ഒപ്പിക്കാൻ കൊന്നത്? അതെ അതെ ശരിയാ. അല്ല സാർ ഇങ്ങനെയൊക്കെയാണോ ചിന്തിക്കുന്നത്? സാറ് സമ്മതിക്കണം പറഞ്ഞ സാർ കേട്ടെ. അല്ല ഇങ്ങനെയൊക്കെയാണ് സാർ. അല്ല ഞാൻ പറഞ്ഞത് സോഷ്യൽ സൈക്കോളജിയാണ് ഞാൻ പറഞ്ഞത്. അതായത് ഇപ്പൊ ഒരു വലിയ പണക്കാരന്റെ ഒരു വലിയ കോടീശ്വരൻ ഒരു സിനിമാക്കാരൻ ഒരു വേറെ മതത്തിനെ കല്യാണം ചെയ്തു ഒരു പ്രശ്നമില്ല ഇവിടെ ഉള്ളത്. ശരി. സാധാരണക്കാരൻ ചെയ്യുമ്പോഴാണ് ഒന്നുമില്ലാത്തവൻ സാധാരണക്കാരൻ ഇപ്പൊ ഒരു മതം മാറി കല്യാണം കഴിക്കുക എന്തെങ്കിലും ചെയ്താലാണ് ആളുകൾക്ക് പ്രശ്നം. ഉള്ളവനും ഒന്നുമില്ല. ഹലോ